ദശാംശം കൊടുക്കുന്നതിനെ പറ്റി എൻ്റെ കാഴ്ചപ്പാട് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഏവരുമായി പങ്കിട്ട വീഡിയോ കണ്ട ഒരു വ്യക്തിയിൽ നിന്ന് പ്രാപിച്ച പ്രതികരണം ഈ ഒരു വീഡിയോ കൂടെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ യുക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാകിയാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം കമൻറ്റ് ബോക്സിൽ പബ്ലിക്കായി എഴുതിയിരിക്കുന്നതാകയാൽ അത് വീഡിയോയിൽ കൂടെ വായിച്ച് കേൾപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആദ്യമായി പ്രതികരിച്ചതിലുള്ള അദ്ദേഹം ഇപ്രകാരം സമയം കണ്ടെത്തി വിശദമായി പ്രതികരിച്ചതിലുള്ള എൻ്റെ വളരെ ആത്മാർത്ഥമേറിയ നന്ദി, സന്തോഷം, സംതൃപ്തി, ബഹുമാനം അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ എന്നെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും പ്രതികരണങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുകയും അത് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്, അതെന്നെ വളരുവാൻ സഹായിക്കുന്നുണ്ട് എന്ന് വിനീതമായി ഞാൻ പരസ്യമായി സമ്മതിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ജോൺ മത്തായി എന്നാണ് ഈ സഹോദരൻ്റെ പേര്. വളരെ എന്താണ് പറയുന്നത്, ആദരവ് തോന്നിക്കത്തക്ക വിധത്തിലാണ് അദ്ദേഹം ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇക്കാലത്ത് ചില ആളുകൾ പ്രതികരിക്കുന്നത് സംസ്കാര ശൂന്യതയുടെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ടാണ്. അവർ അവരെ തന്നെ ഇങ്ങനെ പൊതുരംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൽ നാണക്കേടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും ഇല്ലാതാകുന്നു എന്നത് ദുഃഖകരമാണ്. എന്നാൽ ആശയങ്ങൾ ഒരു അഭിമാന അന്തസ്സ് തുളുമ്പുന്ന വാക്കുകളിൽ കൂടെ അവതരിപ്പിക്കുന്നത് അത് യോജിച്ചാണെങ്കിലും വിയോജിച്ചാണെങ്കിലും എപ്പോഴും ആസ്വാദ്യകരമാണ്, അതുപോലെ പ്രയോജനം ചെയ്യും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ലേവി ഗോത്രത്തെ ദൈവ ശുശ്രൂഷയ്ക്ക് മാത്രമായി വേർതിരിച്ചിട്ട് അവർക്ക് ഭൂമിയിലുള്ള എല്ലാ സ്വത്തുക്കളിൽ നിന്നും വിലക്കേർപ്പെടുത്തി. എങ്കിലും അവർക്ക് ജീവിച്ചു പോകുവാനുള്ള ഒരു സംവിധാനമെന്ന നിലയ്ക്കാണ് ദൈവം അന്ന് 10 എന്ന കണക്കിൽ ബാക്കി 11 ഗോത്രങ്ങളും ഓഹരി കൊടുത്തിരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അത് ലഭിക്കാതെ അവർക്ക് മറ്റ് വരുമാന മാർഗം ഒന്നുമില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. എങ്കിലും ഏതെങ്കിലും പാസ്റ്റർമാർ അല്ലെങ്കിൽ സുവിശേഷകർ സ്വന്തം ഭവനമില്ലാതെ വരുമാന മാർഗമില്ലാതെ ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നിലയിൽ അങ്ങനെയുള്ളവർ തുലവും ചുരുക്കമാണ്. മിക്കവരും സമ്പന്നന്മാരാണ്. മറ്റുള്ളവരുടെ സമ്പത്ത് മോഹിച്ച് ആർഭാട ജീവിതം നയിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്, നന്ദിയാണ്, സന്തോഷമാണ് തോന്നിയത്. എന്നാൽ ചില കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തോട് ചെറിയ വിയോജിപ്പുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ ആസ്പദമാക്കി കൂടുതലായ ഒരു വിശദീകരണം കൂടെ നൽകുവാൻ ഇതിൽ അവസരം നൽകും എന്നതിൽ ഞാൻ സന്തോഷിക്കും. നാം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇത് വസ്തുതാപരമായി ശരിയാണ്. ലേവി ഗോത്രത്തിന് സ്വന്തമായി ഒന്നും ഉണ്ടാകുവാൻ അല്ലെങ്കിൽ സമ്പാദിക്കുവാൻ, സ്വത്ത് ആർജിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു. അതുകൊണ്ട് അവരെ സന്ധിക്കുക എന്നുള്ള മറ്റ് 11 ഗോത്രങ്ങളുടെയും ചുമതലയായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു ചെറിയ കാര്യം നാം നോക്കേണ്ടത്, 11 ഗോത്രങ്ങൾ 10% വെച്ച് കൊടുത്താൽ 110% അപ്പോൾ ലേവി ഗോത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞാലും മറ്റെല്ലാ ഗോത്രങ്ങളെക്കാളും സാമ്പത്തികമായി മുൻപന്തിയിലാകും. അത് ഈ 10% യുക്തി എന്താണ് എന്നത് അവിടെ വ്യക്തമാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ കേസ് സുപ്രീം കോടതിയിലായിരുന്നപ്പോൾ 1992 അന്ന് കോളേജിന് വേണ്ടി വാദിച്ച ആളുകൾ വലിയ ഇന്ത്യയിലെ തലയെടുപ്പുള്ള
വക്കീൽമാരാണ്. അശോക് സെൻ തൊട്ട് അശോക് ദിവാൻ തൊട്ട് പിന്നെ മരിച്ചുപോയ ഇതിൻ്റെ പേര് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, നരിമാൻ, ഫലി എസ് നരിമാൻ. ഇങ്ങനെ 3 വക്കീൽമാരാണ് കോളേജിന് വേണ്ടി വാദിച്ചത്. അപ്പോൾ കോളേജിന് ഏത് പെർസെൻറ്റ് റിസർവേഷൻ, ക്രിസ്ത്യൻ റിസർവേഷൻ അനുവദിക്കാമെന്ന പ്രശ്നം വന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം, ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ 50% എന്ന് പറയുന്നത്? ഈ 50% എന്നുള്ള ആർബിട്രറി ആയിട്ടാണ്. ഏതെങ്കിലും ഒരു സെൻസസ് ഡേറ്റ എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ സ്റ്റഡി നടത്തി അതിൽ കൂടെ സമ്പാദിച്ച അറിവുകൾ, ഡേറ്റ, വസ്തുതകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ചുമ്മാ 50% എന്ന് പറയുന്നു, അങ്ങനെയല്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 10% കൊടുക്കണമെന്ന് പറയും, ദശാംശം കൊടുക്കണമെന്ന് പറയുമ്പോൾ അതന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇവിടെയും പ്രസക്തമാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ഈ 10% എന്നെത്തിയത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാറില്ല, കാരണം അത് വചനത്തിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ തലച്ചോർ ഉപയോഗിക്കരുത് എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അത് ഒന്ന്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ആർക്കും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ദശാംശം കൊടുത്തുകൊള്ളൂ, 20% കൊടുത്തുകൊള്ളൂ, 50% കൊടുത്തുകൊള്ളൂ, അതെൻ്റെ പ്രശ്നമേ അല്ല. എൻ്റെ ആശയം, എൻ്റെ പ്രധാനപ്പെട്ട ആശയം ഒരു പക്ഷേ വേണ്ടതുപോലെ അവതരിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നതാണ് ഈ പ്രിയ സുഹൃത്തിൻ്റെ പ്രതികരണത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സുപ്രധാനമായ ആശയം? ഞാൻ വളരെയധികം ധ്യാനിച്ചും ചിന്തിച്ചും അന്വേഷിച്ചും അവസാനം ചെന്നെത്തിയ ഒരു നിഗമനമാണ്, ദൈവവേല എന്ന് നാം പറയുമ്പോൾ ദൈവഹിതം ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുന്ന വേലയുടെ പേരാണ് ദൈവവേല. അതിൻ്റെ മുഖ്യമായ എന്താണ് പറയുന്നത്, റീസോഴ്സ്, സമ്പത്ത് പണം ആകരുത് എന്നത് വളരെ കൃത്യമാണ്. ഇത് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, തൻ്റെ മാതൃകയിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. നാം എത്രമാത്രം നമ്മുടെ ആശ്രയം പണത്തിൽ വയ്ക്കുന്നുവോ, ധനത്തിൽ വയ്ക്കുന്നുവോ, ഭൗതികമായ ഉപാധികളിൽ വയ്ക്കുന്നുവോ, അത്രമാത്രം നാം ദൈവത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഭൗതികമായ പണം സംഭരിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം കുതന്ത്രങ്ങൾ, ഏതെല്ലാം ചവിട്ട് നാടകങ്ങൾ പ്രയോഗിക്കാമോ അതൊക്കെ പ്രയോഗിക്കാൻ നാം തയ്യാറാകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാത്താൻ്റെ ഈ മാർഗമേ ഉള്ളൂ, അല്ലെങ്കിൽ മാമോൻ്റെ മാർഗമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ദൈവവേല ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യം നമ്മെ തുറിച്ചു നോക്കുന്നുണ്ട്. അതാണ് നാം എല്ലായിടത്തും കാണുന്നത്. അത് മനസ്സിലാക്കാനായി ഞാൻ നന്നേ അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ കൂടെ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്, സത്യമാണ്, മർമ്മമാണ് ആ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് ഒരു പക്ഷേ വേണ്ടതുപോലെ വ്യക്തമായി ഞാൻ അവതരിപ്പിച്ചില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാൻ പോകുകയാണ്. ആവർത്തനം എനിക്ക് എപ്പോഴും വിരസമാണ്, എങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുകയാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് വരെ, ഈ നിമിഷം വരെ ദൈവവേല എന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരാമർശിക്കപ്പെടുന്ന സംരംഭങ്ങൾ നടക്കുന്നതിന് ആദ്യം ചെയ്യുന്നത് പണപ്പിരിയാണ്. അല്ലെങ്കിൽ ദൈവവേല നടത്തപ്പെടേണ്ടതിന് നിങ്ങൾ ദശാംശം കൊടുക്കണമെന്ന് പറയുന്നു. ദൈവവേലയ്ക്ക് പോകുമ്പോൾ ഭൗതികമായ ഒരു ആവശ്യവുമില്ല, പണത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പറയുകയുമില്ല. അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ഭ്രാന്തായിരിക്കണം. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ മാതൃക അനുസരിച്ച് നാം ചിന്തിച്ചാൽ ദൈവവേല ഈ ലോകത്തിൽ സത്യസന്ധമായി ദൈവത്തോടുള്ള അനുസരണത്തിൽ, ഉത്തരവാദിത്വ ബോധത്തിൽ നാം നിർവഹിക്കണമെങ്കിൽ അതിന് ഉള്ള ഏറ്റവും വലിയ ഉപാധി, ഏറ്റവും വലിയ ധനം, മൂലധനം, ഏറ്റവും വലിയ റിസോഴ്സ് പണമല്ല,
മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. ഇതാണ് ഞാൻ അവതരിപ്പിച്ച ആശയം. ഞാൻ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, പൂർവാധികമായി വിശ്വസിക്കുന്നു. വ്യക്തിത്വത്തിൽ വളരാത്തൊരു വ്യക്തിക്ക് പ്രകാരമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ യേശുവിൻ്റെ ആ ഒരു മാതൃക ശ്രദ്ധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനമായി നാം കാണുന്നത് എന്താണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതുല്യമായ ആ പ്രഭയാണ്. അതാണ് ദൈവവേലയുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില്ലാതെ നമ്മുടെ കയ്യിൽ ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞ് എന്തൊക്കെ പണം വന്നാലും അത് നമ്മുടെ അധപ്പതനത്തിന് മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ എന്നതാണ് നാളിതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഞാനങ്ങനെ പല ഇടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം ഒരു സ്ഥാപനത്തെയെങ്കിലും അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഉദ്ധരിക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് പണം പിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തിയോളജിക്കൽ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഡൽഹിയിൽ നശിച്ചുപോയി. ആ അവസരത്തിൽ അത് ചില ആളുകളുടെ അടുത്ത് വന്നു, ദയവായി ഇത് ഏറ്റെടുക്കണം, തകർന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സോടെ അതിന് ചുമതല ഏറ്റെടുക്കുകയും ഞാൻ ആദ്യം ചെയ്തത് വിദേശ ഫണ്ടിങ് നിർത്തുകയാണ്. അന്ന് 2 വിദേശ ഫണ്ടിങ് സോഴ്സസ് ഉണ്ടായിരുന്നു. അത് 2 ഞാൻ നിർത്തി. കാരണം അധ്വാനിക്കാതെ വിയർപ്പൊഴുക്കാതെ ഉണ്ടാകുന്ന പണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അക്രമവും വഞ്ചനയും കള്ളത്തരവും മോഷണവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇടയിൽ കേരളത്തിൽ ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞിറങ്ങുന്ന ആളുകൾ പല വിധത്തിൽ ആളുകളെ, പ്രത്യേകിച്ച് നിസ്സഹാരായ ആളുകളെ മനസാക്ഷിയില്ലാതെ വഞ്ചിക്കുന്ന പല തന്ത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായി സംഭവിക്കും. കാരണം നമ്മുടെ ഇടയിൽ ദീർഘനാളായി ഇടം പിടിച്ചിരിക്കുന്ന ഒരു വലിയ പൊട്ടത്തരം, മണ്ടത്തരത്തിൻ്റെ ഫലമാണ്. ദൈവവേല എന്ന് പറഞ്ഞ ഉടനെ പണം കൊടുക്കണം. ദൈവവേലയ്ക്ക് പണമല്ല പ്രാധാന്യം. പണം വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഏറ്റവും പ്രാധാന്യം നാം കൽപ്പിക്കേണ്ടത് പണത്തിനല്ല. പിന്നെയോ ദൈവവേലയ്ക്ക് എന്ന് ഇറങ്ങുന്ന ദൈവദാസന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളുടെ വ്യക്തിത്വം നാം പരിശോധിക്കണം. ദൈവത്തിനെന്നും പറഞ്ഞ് കള്ളൻ്റെ കയ്യിൽ 10,000 രൂപ കൊടുത്താൽ അത് ദൈവവേലയ്ക്കുള്ള സഹായമാണെന്ന് മനുഷ്യർ വിചാരിച്ചാൽ നാം എന്തു ചെയ്യും? അത് ദൈവരാജ്യം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പരമലക്ഷ്യമായ ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കുക എന്നാണല്ലോ. ആ ദൈവരാജ്യം യേശു തന്നെ പറയുന്നു, അത് ബലപ്രയോഗത്തിന് അടിമയായിത്തീരും എന്നത്തെ യേശു പറഞ്ഞിട്ടുണ്ട്. അതെവിടെ നിന്നാണ് ഈ ബലപ്രയോഗം വരുന്നത്? ഈ ദൈവദാസന്മാരിൽ നിന്നാണ്. ഒന്നും നമ്മൾ പറയും സാത്താനിൽ നിന്നാണ്. അല്ല, സാത്താൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളിൽ കൂടെ മാത്രമാണ്. പ്രിയമുള്ളവരെ, വളരെ വളരെ പ്രാവർത്തികമായ സത്യം ഞാൻ പറയട്ടെ. സാത്താൻ്റെ ഏറ്റവും നല്ല കൃഷി സ്ഥലം വളർച്ചയില്ലാത്ത മനുഷ്യ ജീവിതങ്ങളാണ്. പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നല്ലോ, an idle man's brain is the devil's workshop. അത് വളരെ ശരിയാണ്. ആലസ്യം കൊണ്ട് കഴിയുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറാണ് സാത്താൻ്റെ പണിശാല എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വളരെ സത്യമാണ്. നമ്മുടെ ഇടയിൽ ദൈവവേലയ്ക്ക് പോകുന്ന ആരാണ്? മറ്റൊരു വിധത്തിലും ശോഭിക്കാനോ മുന്നോട്ട് പോകുവാനോ ഗത്യന്തരമില്ലാതെ ഏതെങ്കിലും മേഖലയിൽ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള പ്രാവീണ്യമോ കഴിവോ ഇല്ലാത്ത ആളുകൾ, പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ദൈവവിളി ഉണ്ടായി എന്നും പറഞ്ഞിറങ്ങി അന്ന് തൊട്ടി അഭ്യാസങ്ങളാണ്. അങ്ങനെ വന്ന് അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ് നാം ഈ ദൈവവേല എന്ന് പറഞ്ഞാൽ ആദ്യം പണം, പിന്നെ സഭകളും നമ്മെ അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവവേല, പണം. ഇത് മാത്രമേ നാം കേട്ടിട്ടുള്ളൂ. ഇതിനൊരു മാറ്റം വരാതെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഭീകരമായ സ്ഥിതി ചെയ്യുന്ന അധപ്പതനത്തിൽ ഒരു കുറവുണ്ടാകുക. മുഴുവനായി പോകുന്നത് പ്രശ്നം പോട്ടെ, അതിനൊരു നേരിയ തോതിലെങ്കിലും ഒരു ശമനം ഉണ്ടാകണമെങ്കിൽ
നമ്മുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ മാതൃകയെ നാം മാനിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ 2000 വർഷത്തിലെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയമായ ശുശ്രൂഷ നടത്തിയ വ്യക്തികളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ പഠിക്കുമെങ്കിൽ, ഞാൻ ആളുകളുടെ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും വളരെ വായിക്കുന്ന ആളാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉദാഹരണങ്ങളിൽ കൂടെയാണ്. എവിടെയെല്ലാം യഥാർത്ഥത്തിൽ ദൈവവേല നടന്നിട്ടുണ്ട്, അവിടെയെല്ലാം ഏറ്റവും പ്രധാനമായത് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കൊണ്ട് അത്ഭുതകരമായ വ്യക്തിത്വ വികസനം പ്രാപിച്ച ആളുകളിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പം ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ പോയി വലിയ ശുശ്രൂഷ ചെയ്തു. അത് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടോ മിഷൻ ഫണ്ടിങ് കൊണ്ടോ ഒന്നുമല്ല, ആ വ്യക്തിത്വത്തിൻ്റെ ദൈവികമായ പോഷണം കൊണ്ടാണ്. നമ്മുടെ ഭാരതത്തിൽ അനേക മിഷണറിമാർ ഒന്ന് പ്രവർത്തിച്ചു. ആദിമകാല മിഷണറിമാർ, ഇപ്പം വില്യം കേറിയെ പോലെയുള്ള ആളുകൾ പണക്കൊഴുപ്പ് കൊണ്ടല്ല അവർ വലിയ വലിയ സംഭാവനകൾ ചെയ്തത്. വില്യം കേറി 36 ഭാഷകൾ പഠിച്ചു, വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനും മറ്റും. സാൻസ്ക്രിറ്റ് തൊട്ട് 36 ഭാഷകൾ പഠിച്ചു. അതുകൊണ്ട് വളരെ പ്രാവീണ്യത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ബൗദ്ധികവും ആധ്യാത്മികവുമായ ബഹുമാനം സ്വീകരിച്ച് നേടി ആർജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ മഹനീയമായ ദൗത്യം നിർവഹിക്കാൻ സാധിച്ചു. എന്നാൽ വില്യം കേറിയുടെ വ്യക്തിത്വമില്ലാത്ത ആളിൻ്റെ കയ്യിൽ ഒരു 10 കോടി രൂപ കൊടുത്താൽ ദൈവവേല നടക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ വില്യം കേറിക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ടായിരുന്നു, അത് നിർവഹിക്കപ്പെടും. എൻ്റെ പരിമിതമായ അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാനുള്ളത്, നാം ആത്മാർത്ഥമായി മനുഷ്യർക്ക് നന്മ വരണം എന്ന ലക്ഷ്യത്തോടുകൂടെ സ്വാർത്ഥരഹിതമായി നിസ്വാർത്ഥമായി ഒരു മേഖലയിൽ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് 100% ശരിയാണ്. അത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. അത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് മിഷൻ ഫണ്ടിങ് വേണം, ഞാൻ ആളുകളുടെ നിന്ന് പണം പിടുക്കാനുള്ള എല്ലാ വിദ്യയും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെപ്പറ്റി ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല, വിശ്വസിക്കുന്നത് പിന്നല്ലേ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ യേശുവിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ദൂരെ നിന്നിട്ട് പറയുകയാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ സൗഖ്യമാകും, ഞാൻ ശുദ്ധനായിത്തീരും. അവിടെ യേശു എന്നൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് പകരം വെക്കാൻ നിങ്ങൾ എത്ര കോടി സംഭാവന ചെയ്യും, അല്ലെങ്കിൽ സംഭാവനകൾ നിങ്ങൾ സ്വീകരിക്കും? യേശുവിനെ കണ്ട് ശതാധിപൻ അത്ഭുതപ്പെടുകയാണ്. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഒരു വലിയ മനംമാറ്റം സംഭവിക്കുകയാണ്. എത്ര കോടി രൂപ ഉണ്ടെങ്കിലും സാധിക്കും. ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും വയറ്റപ്പിഴപ്പിന് വേണ്ടി കടലിൽ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന വാക്കുകൾ മാത്രം. നിങ്ങളവിടെ നിന്നവർ ഒരു 10 മണിക്കൂർ പ്രസംഗിച്ച് നോക്കി, ശിമോനും അന്ത്രയോസും കൂടെ വന്ന് നിങ്ങളെ അടിച്ചോടിക്കും. ഇതാണ് വ്യത്യാസം. ഞാനോ നിങ്ങളോ ചെന്ന് ശിമോനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കും, ഞാൻ നിന്നെ മനുഷ്യരെ പിടിപ്പിക്കുന്ന പറഞ്ഞാൽ ശിമോൻ അവൻ്റെ വള്ളത്തിൻ്റെ എന്താ പറയുന്നത്, തുഴയുന്ന കമ്പെടുത്ത് അമ്മ അടിക്കും. ആ വ്യക്തിത്വത്തിന് പകരം വെക്കാൻ ലോകത്തിലൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു യാഥാർത്ഥ്യത്തെ 100% മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ദൈവവേല എന്ന് പറയുന്നത്. ദൈവവേല യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ ദൈവികമായ വ്യക്തിത്വമുള്ള ആളുകളിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ദൈവവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീസോഴ്സ് പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലാകും. എന്താണ് പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യരിൽ കൂടെ പ്രകടിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ വീര്യവും അവൻ്റെ ശക്തിയും അവൻ്റെ നിയന്ത്രണവും എല്ലാം അതിൽപ്പെടും. ഭൗതികമായ സാഹചര്യങ്ങളും അതിൽപ്പെടും. ആ ഒരു
അവസ്ഥയിലല്ലാതെ ദൈവവേല ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ദൈവവേല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പത്ത് ആശ്രയിച്ച്, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവം നമ്മോട് കൂടെയുണ്ട്, അവൻ്റെ കൃപ നമുക്ക് മതിയെന്ന ആശ്വാസം, ദൈവം നമുക്ക് നൽകുന്ന ദർശനം, വിവേചന ബുദ്ധി, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്വത, എപ്രകാരമായിരിക്കണം എന്നുള്ള ആ ഒരു ബോധം, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം, ഇവയെല്ലാം കൂടെ അതിൻ്റെ മൂർച്ഛന്യഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും പേരാണ് ദൈവവേല എന്നുള്ളത്. അതിന് പകരം വെക്കാൻ ഒരു പണത്തിനും സാധ്യമല്ല. ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുകയും. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം ദൈവത്തെ പരിപൂർണമായി മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തന മർമ്മമായ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ അല്പം കപടഭാഷയൊക്കെ പറയും, അല്ലാതെ മറ്റൊന്നുമില്ല. ദൈവവേല എന്ന് പറഞ്ഞ് പണം കൊയ്യാനുള്ള ഒരേ ഒരു മാർഗമായത് അധപ്പതിപ്പിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ വ്യക്തമായി ചിന്തിക്കുവാൻ നമുക്ക് കടമയുണ്ട്. എനിക്ക് ഏവരോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ആരെങ്കിലും ദൈവവേല എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുകയും പണം പിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നിങ്ങൾ നന്നായി ഒന്ന് നോക്കുവീൻ, അവരോട് അല്പം ഒന്ന് ഇടപെട്ട് നോക്കുവീൻ. പണ്ട് മലയാളത്തിൽ പറയുമായിരുന്നു, അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ. ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിപ്പീൻ. നിങ്ങൾ വിവേചന ബുദ്ധിയുള്ളവരായിരിക്കും, ഡിസേൺമെന്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ ആടിൻ്റെ വേഷം ഇട്ടുകൊണ്ട് വരുന്ന ചെന്നായിക്ക് ദൈവത്തിന് എന്നും പറഞ്ഞ് പണം കൊടുത്താൽ നിങ്ങൾ ദൈവവേല ചെയ്യുമോ അല്ല ദൈവരാജ്യത്തെ അസ്ഥിരപ്പെടുത്തുമോ അസാധുവാക്കുമോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദയവായി നിങ്ങൾ ഓർക്കുവിൻ, യേശു പറഞ്ഞു, ദൈവരാജ്യം അനേകരുടെ ബലപ്രയോഗത്തിന് വിധേയമായിരിക്കും. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അണ്ടർ സീജ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അണ്ടർ സീജ്. ദൈവരാജ്യത്തെ ഉപരോധിക്കാൻ മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ചില കാട്ടുകള്ളന്മാരുണ്ട്, ചില ചെന്നായ്ക്കളുണ്ട്, ചില കള്ളന്മാരുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നതെന്ന് യേശുവല്ലേ പറഞ്ഞത്. അവരും ഈ ദശാംശം പറഞ്ഞാണ്. ഇപ്പം ദശാംശം കൊണ്ട് നിൽക്കുന്നില്ല. പാസ്റ്റർ തിനുവെന്ന് പറഞ്ഞ ആളെ യേശു അവനോട് പറഞ്ഞു എന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഉണ്ടല്ലോ, തസ്കര വീരൻ, കാട്ടുകള്ളൻ. യേശു മലയാളത്തിൽ അവനോട് പറഞ്ഞു, നിൻ്റെ സഭയ്ക്ക് നഷ്ടം വരുന്ന വിധത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്നുണ്ട് തലമുറയിൽ നിന്ന് ദ്രോഹം വിട്ടുപോകയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് 1 മാസത്തെ പൂർണ്ണ വരുമാനമാണ് അയാൾ ചോദിക്കുന്നത്. ഇത് പകൽ കൊള്ളയാണ്. ഇവർ തസ്കര വീരന്മാരാണ്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പോക്കറ്റിൽ മാത്രം കണ്ണുവെച്ച് നടക്കുന്ന ചില തെണ്ടികളാണിത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് തെണ്ടുന്നൊരു മനുഷ്യനുണ്ട്. പത്രോസ് അതിലെ പോയപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വരും തരണേന്ന് പറഞ്ഞു. പത്രോസ് അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? നീ എന്നെ ഒന്ന് നോക്കാനാണ് പറയുന്നത്. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ തെണ്ടുന്നവർക്ക് മനുഷ്യനെ നോക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ കീശ നോക്കിയാൽ മതി. അവൻ്റെ പേഴ്സും കീശയും മാത്രമേ ഇങ്ങനെയുള്ളവർ കാണുകയുള്ളൂ. അത് പോക്കറ്റ് അടിക്കാനുള്ള താല്പര്യം മാത്രമേ അവർക്കുള്ളൂ. അതിന് ഏതെല്ലാം തന്ത്രങ്ങൾ സമർത്ഥമായി ആവിഷ്കരിക്കും, അതൊക്കെ അവർ ചെയ്തിരിക്കും. പക്ഷെ നിങ്ങളെ മനുഷ്യരായി കണ്ട് മാനിക്കുന്ന ഒരു സമീപനം ഇവർക്കുണ്ടാകുകയില്ല. നിങ്ങളിൽ ഭ്രമം ഉണ്ടാക്കുന്നതിന്, നിങ്ങളുടെ ബുദ്ധി വന്നിപ്പിക്കുന്നതിന്, നിങ്ങളെ ഇരയാക്കുന്നതിനുള്ള വലിയ കുതന്ത്രങ്ങൾ അതിസാമർഥ്യത്തോടെ ആവിഷ്കരിക്കും. അങ്ങനെയാണ് യേശുവിനെ അവൻ്റെ ഫോണിൽ ഒതുക്കിക്കൊണ്ടുവന്ന് യേശുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം എന്തുകൊണ്ട് ദൈവവേലയ്ക്കാണ്. ഇവൻ്റെ വേലയാണ് ദൈവവേല. ഇത് നമ്മുടെ മുമ്പിൽ സംഭവിക്കുമ്പോൾ
നാം എന്തുകൊണ്ടാണ് ഇതിലടങ്ങിയിരിക്കുന്ന സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ പോവുകയാണ്. നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നേരെ പഴയ നിയമത്തിലോട്ടങ്ങ് പോകും. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ മത്തായി പുതിയ നിയമത്തിൻ്റെ കാര്യം ഏതായാലും പറഞ്ഞു, അത് വലിയ സന്തോഷം. എന്നാൽ എനിക്ക് പറയാനുള്ളത് യേശു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അന്വേഷിപ്പീൻ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അറിവുകൾ അതിൽ നിന്നും മുൻപോട്ട് പോകുകയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അല്പം സാമാന്യ ബുദ്ധി കൂടെ ഉപയോഗിക്കണം. അതിൽ യാതൊരു തെറ്റുമില്ല, അപാകതയില്ല. നമുക്ക് സാമാന്യ ബുദ്ധി നൽകിയതും ചിന്തിക്കാനുള്ള കഴിവ് നൽകിയതും ഒക്കെ ദൈവം തന്നെയാണ്. ദൈവം തന്നത് ഒന്നും അസാധുവല്ലാതെ പ്രയോഗിക്കുന്നതിൽ പാപമില്ല, പ്രയോഗിക്കാത്തതാണ് പാപം എന്ന് താലന്തുകളുടെ ഉപമയിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ നമ്മുടെ അനുഭവങ്ങളോ 2000 വർഷങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യൻ്റെ അനുഭവങ്ങൾ, അതിനൊന്നും വിലയില്ലേ? നിങ്ങളുടെയും എൻ്റെ ജീവിതം പാഴ്ത്തിരിയാണോ? ലോക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ, ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാൻ നാം കാംക്ഷിക്കുന്നില്ലേ? നമുക്കുള്ള കഴിവ് ദൈവം നൽകിയിട്ടില്ലേ? നാം പതിരുകളാണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വചനം എന്ത് പറയുന്നു എന്നത് സ്പഷ്ടമായി ഗ്രഹിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ആവശ്യമെങ്കിൽ അതിൽ നിന്ന് മുൻപോട്ട് പോയി ചിന്തിക്കുവാനും നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അവകാശം മാത്രമല്ല, കടമയും നൽകിയിട്ടുണ്ട്. അത് നൽകിയത് മെത്രാനോ പുരോഹിതനോ പോപ്പോ ഒന്നും അല്ല, അത് നൽകിയത് യേശുവാണ്. കടമയായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തുവീൻ എന്ന് പറഞ്ഞത് യേശുവാണ്. ഏത് വിഷയമാണെങ്കിലും അന്വേഷണ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യുക യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാന കടമയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പണക്കൊതി കൊണ്ട് മാത്രം ഈ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന കാട്ടുകള്ളന്മാരെ തിരിച്ചറിഞ്ഞ് സത്യത്തെ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ കടമയാകുകയാണ്. ഇങ്ങനെയുള്ള ചെന്നായ്ക്കളെ നിരുത്സാഹപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണ്. മാത്രവുമല്ല, സഭകളോടുള്ള നമ്മുടെ ബന്ധത്തിൽ അതിനെ വെറും രൂപഗണനയായിട്ട് മാത്രം ലഘൂകരിക്കുന്ന പുരോഹിത സമീപനം നമ്മളേവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാട് സഭയിലും ഒന്ന് വീണ്ടെടുക്കുവാൻ തക്കതായ ഒരു നിലപാട് ഓരോരുത്തരും അവരുടെ സഭയുടെ ജീവിതത്തിൽ ദയവായി നിലനിർത്തണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വിഷയത്തിൽ താല്പര്യത്തോടെ നിരന്തരം പങ്കെടുക്കുന്ന ഏവരെയും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട്